നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. മൊറോക്കോയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം, അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ സ്പെയിൻ. സ്പെയിനിലെ സെവൂട്ട നഗരത്തിലേക്ക് മൊറോക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കടന്നുകയറുന്നതായി റിപ്പോർട്ട്. ഇതേ തുടർന്ന് അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ സ്പെയിൻ തീരുമാനിച്ചു. സെവൂട്ടിലെ പ്രാദേശിക ഭരണകൂടം കൂടുതൽ സേനയെ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടെ 9 പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. മെച്ചപ്പെട്ട ജീവിതവും സാമ്പത്തിക അവസരങ്ങളും തേടി യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുടെ പ്രധാന പ്രവേശന കവാടമാണ് സ്പെയിൻ. കടൽമാർഗം എത്തുന്ന അഭയാർത്ഥികളെ നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ഉടനടി തിരിച്ചയക്കുന്നത് തടഞ്ഞുകൊണ്ട് സ്പാനിഷ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. അഭയാർത്ഥികളുടെ കുത്തൊഴുക്കിന് കാരണമായത് ഈ വിധിയാണെന്ന് സെവൂട്ട് അധികൃതർ ആരോപിക്കുന്നു. പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധന, ഓഗസ്റ്റ് മാസത്തെ നിരക്കുകൾ പ്രഖ്യാപിച്ച് യു എ ഇ ഇന്ധനവില നിർണയ സമിതി ഓഗസ്റ്റ് മാസത്തേക്കുള്ള പെട്രോൾ ഡീസൽ നിരക്കുകൾ പ്രഖ്യാപിച്ചു. ജൂലൈ മാസത്തെ അപേക്ഷിച്ച് പുതിയ നിരക്കിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ വില ഓഗസ്റ്റ് 1 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.60 ദിർഹം ആണ് പുതിയ നിരക്ക്. ജൂലൈയിൽ ഇത് 3.29 ദിർഹമായിരുന്നു. E+90 എന്ന പെട്രോൾ ലിറ്ററിന് 3.41 ദിർഹമാണ് ഓഗസ്റ്റ് മാസത്തെ വില. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ വാർത്താസമ്മേളനം വിളിച്ച് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ. സൻസദ് ചലോ മാർച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കുണ്ടായ പരിക്കുകളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും പാർലമെന്റിൽ ചർച്ച നടത്തണമെന്ന് പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. CJPയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ പരിക്കേറ്റ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളാണ് പത്രസമ്മേളനം വിളിച്ച് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KAP 4-ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ അടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. കേസിൽ 23 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. 2-ാം പ്രതി അശോകൻ മാത്രമാണ് കുറ്റക്കാരനെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി കണ്ടെത്തി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. മറ്റു പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിനോദ് വധത്തിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്നും കോടതി പറഞ്ഞു. PM ശ്രീ സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിച്ച കേന്ദ്രം. MOU ഒപ്പിട്ടാലും പദ്ധതിയിൽ നിന്ന് പിന്മാറാം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാകും. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേരളത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയത്. സംസ്ഥാന സർക്കാർ പറയുന്നതിന് നേർവിപരീതമായാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതി ഒപ്പിട്ട ഫണ്ട് വാങ്ങിച്ചു, ഇനി പിന്മാറാനാവില്ലെന്നും MOU ഒപ്പിട്ട ശേഷം പിന്മാറൽ അസാധ്യമെന്നുമായിരുന്നു സർക്കാർ വാദം. എന്നാൽ കേന്ദ്രത്തിന്റെ മറുപടിയോടെ സർക്കാർ വാദം പൊളിയുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ വിദ്യാലയങ്ങളിൽ സംസ്ഥാന പാഠ്യപദ്ധതി അതേപടി നടപ്പാക്കാനാകില്ലെന്നും കേന്ദ്രം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നും കേന്ദ്രം അറിയിച്ചു. വടകര MDMA കേസിൽ മുഖ്യപ്രതി വയനാട് സ്വദേശിയായ 22-കാരൻ. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസിൽ മുഖ്യ കണ്ണികളിൽ ഒരാൾ വയനാട് ബത്തേരി സ്വദേശിയായ 22-കാരനെന്ന് സൂചന. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ഷിൻഡോ ഷിബു എന്ന ഇയാൾ വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ആസൂത്രിതമായാണ് ലഹരി കച്ചവടം നടത്തിവരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. കേസിൽ പിടിയിലായ 3 അധ്യാപികമാരും ഡെലിവറി ബോയിയും കൈമാറിയ സന്ദേശങ്ങളും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചതിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ഷിൻഡോ ഷിബുവിന്റെ ബന്ധം കണ്ടെത്തുകയായിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാപകമായി ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാളെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൗൺസിലർ സുഗതന് അവധി, അപേക്ഷ അംഗീകരിച്ച കൗൺസിൽ, എതിർപ്പുമായി പ്രതിപക്ഷം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ
ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ച കോർപ്പറേഷൻ കൗൺസിൽ. മേയർ വി രാജേഷാണ് കൗൺസിൽ അവധി അപേക്ഷ അംഗീകരിച്ച കാര്യം അറിയിച്ചത്. മേയറുടെ കാസ്റ്റിംഗ് വോട്ടും പൗണ്ട് കടവ് വാർഡ് സ്വതന്ത്ര കൗൺസിലർ സുധീഷിന്റെ വോട്ടും ഉൾപ്പെടെ 51 വോട്ടിനാണ് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയത്. 6 മാസത്തേക്ക് കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്ന് സുഗതനെ ഒഴിവാക്കിയതായും മേയർ അറിയിച്ചു. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിൽ വോട്ടിനിട്ട് അംഗീകരിച്ചാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കാമെന്ന് 2026 ജൂലൈ 2-ന് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മേയർ വ്യക്തമാക്കി. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുഗതൻ വിയ്യൂർ ജയിൽ സൂപ്രണ്ട് വഴി സമർപ്പിച്ച അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അറിയിച്ചതെന്നും മേയർ പറഞ്ഞു. PM ശ്രീയിൽ മലക്കം പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ്. PM ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണം എന്ന് പറഞ്ഞിട്ടില്ലെന്നും വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ലെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യം ഒന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും UDF കൺവീനർ പറഞ്ഞു. അതേസമയം PM ശ്രീയിൽ നിന്ന് പിന്മാറാനാണ് ആലോചന എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. UDF യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വിഷയത്തിൽ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ UDF നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് PM ശ്രീ നടപ്പാക്കുമെന്ന് UDF കൺവീനർ പ്രഖ്യാപിച്ചത് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ചോദ്യം. ടെസ്റ്റ് റിസൾട്ടുകൾ നെഗറ്റീവ്. ICUവിൽ ചികിത്സയിലായിരുന്ന നിപ്പ രോഗിയെ റൂമിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന രോഗിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിയാണ് നിപ്പ ബാധയെ തുടർന്ന് ജൂൺ 9 മുതൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതീവ ഗുരുതര നിലയിൽ ജൂൺ 11-നാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തത്. ആവർത്തിച്ച് ചെയ്ത 2 ടെസ്റ്റുകൾ നെഗറ്റീവായ ശേഷം ജൂലൈ 7-ാം തീയതി ഐസൊലേഷൻ ICUവിൽ നിന്ന് ഇദ്ദേഹത്തെ ട്രാൻസിറ്റ് ICUവിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ അതിതീവ്ര മഴ തുടരും. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. മറ്റന്നാളോടുകൂടി കേരളത്തിൽ മഴയുടെ ശക്തി കുറയും. തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ ശക്തമായത്. കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് മറ്റന്നാൾ വരെ തുടരും.